പീഡനങ്ങൾ, സ്ത്രീധന പീഡനങ്ങൾ. പക്ഷേ ഇതിനൊക്കെ ഉപരിയായി ഇപ്പോൾ അങ്ങ് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഇപ്പോൾ ഈ സഹോദരി പറഞ്ഞ വേർഷനൊക്കെ. അപ്പോൾ ഇതിനൊക്കെ ഉപരിയായി ഒരാളിൻ്റെ സ്വഭാവ വൈകല്യങ്ങളും ആ ആളുടെ ഉള്ളിലുള്ള ചില കാര്യങ്ങളുമൊക്കെ ഇത്തരം നടപടികൾക്ക് കാരണമാകുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ വർദ്ധിച്ചു വരുന്നത്? പ്രധാനമായിട്ട് ഈ ഒരു സംഭവത്തിന്റെ പുറകില് ലഹരിയുടെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഈ ഒരു സംഭവത്തിൽ മാത്രമല്ല, പൊതുവെ ഇത്തരത്തിലുള്ള സംഭവങ്ങളുടെയൊക്കെ പുറകില് ലഹരി ഉപയോഗത്തിന്റെ ഒരു എന്താ പറയാ കടന്നുവരവ് അല്ലെങ്കിൽ അതിന്റെ അധികമായിട്ടുള്ള ആ, ചലനങ്ങളെല്ലാം ഇത്തരത്തിലുള്ള ബന്ധങ്ങളിൽ നമുക്ക് കാണാനായിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഒരു പെൺകുട്ടി മറ്റൊരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. അവിടെ ഇപ്പോ പരിചയപ്പെട്ട ഇദ്ദേഹവുമായിട്ട് അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് അധികം പരിചയം കാണുന്നില്ല. ഇദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് കുട്ടിക്ക് അറിയുന്നില്ല. ഈ വ്യക്തി ലഹരിക്ക് അടിമപ്പെട്ടിട്ടുള്ള ആളാണോ? അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ആളാണോ? അതൊക്കെ നമ്മുടെ സമൂഹത്തില് ഇന്നിപ്പോ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വളരെയധികം ഇനിയെങ്കിലും ഈ വിവാഹപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ അല്ലെങ്കിൽ നടക്കുമ്പോ, ആ കാര്യങ്ങളൊക്കെ വളരെയധികം അന്വേഷിച്ച് അറിയുകയും തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രം ഇത്തരത്തിലുള്ള ബന്ധത്തിലേക്ക് കടക്കുകയും ചെയ്യാൻ പാടുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഇനി വേറൊരു വെർഷൻ നിൽക്കുന്നത് ഇപ്പൊ ഇദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട് നിയമത്തിന്റെ മുൻപിൽ നിന്ന്. അപ്പോൾ ഒരു ഒരു വ്യക്തി നിയമത്തിന്റെ മുൻപിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാല് ഇതുപോലുള്ള ഒരു 10 ഇരട്ടി ആൾക്കാര് വീണ്ടും സൊസൈറ്റിയിൽ ക്രൈം ചെയ്യാനായിട്ട് പുനർജനിക്കാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പൊ എവിടെയാണ് വീഴ്ച പറ്റിയിരിക്കുന്നത്? ആദ്യം മുതലേ തന്നെ ഇടപെട്ടിരുന്ന അന്വേഷണ മേഖലകളിൽ അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ? അല്ല, ഇനി അവർ മറ്റ് അന്വേഷണങ്ങളുടെ നിജസ്ഥിതികൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഡിലേ ചെയ്തതാണോ? എന്താണ് എന്നുള്ളത് വിശദമായിട്ടുള്ള പെട്ടെന്നുള്ളൊരു അന്വേഷണം നടത്തുകയും കുറ്റക്കാർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ്. ഈ കുറ്റക്കാർക്കെതിരെ എങ്ങനെയാണ് നടപടി സ്വീകരിക്കാൻ കഴിയുക? ആ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ പോലീസുമായി ബന്ധപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിൽ കേരള പോലീസ് ആക്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ശിക്ഷ കൊടുക്കാനൊക്കെ കൂടുതലായിട്ട് കഴിയുക. മറ്റ് CRPC, IPC അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇവരുടെ ഔദ്യോഗിക രംഗങ്ങളിൽ വീഴ്ച പറ്റിയാൽ കേരള പോലീസ് ആക്ട് പ്രകാരമാണ് ഇവരെയൊക്കെ നമുക്കൊന്ന് നേർവഴിക്ക് നടത്താനായിട്ട് ഭരണകൂടത്തിന് കഴിയുക. അപ്പോ ആ ഭരണകൂടത്തിന് കഴിയുന്ന ആ നിയമത്തിൽ കേരള പോലീസ് ആക്ടില് ഇത്തരത്തില് കൃത്യവിലോപം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാല് എങ്ങനെ ശിക്ഷിക്കണം അല്ലെങ്കിൽ വലിയൊരു ശിക്ഷ ഇവർക്ക് കിട്ടും എന്നുള്ളൊരു ഒന്നുമില്ല. അത് മാറ്റി എഴുതേണ്ട സമയം ധാരാളം അതിക്രമിച്ചു കഴിഞ്ഞു. ശ്രീ ലൂപ്പ് പ്രിയൻ ഹോൾസ് ഒക്കെ സന്ദീപ്, ഈ കണ്ടുപിടിച്ച് നിയമങ്ങളുടെ ഒരു ആധിക്യം അല്ലെങ്കിൽ നിയമങ്ങളുടെ കുറവൊന്നും അല്ലല്ലോ നമ്മുടെ ഒരു പ്രശ്നം. പലപ്പോഴും ഒരു കുടുംബത്തിൽ ഒരു കാര്യം സംഭവിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഈ കാക്കയ്ക്കും തൻകുഞ്ഞു പൊൻകുഞ്ഞു എന്നൊക്കെ. പക്ഷേ നമ്മുടെ കുടുംബത്തിലെ ഒരു കുട്ടി അത് ചെയ്യുമ്പോൾ അതിനോടൊപ്പം കുടുംബം ഒന്നിച്ചു നിന്ന് സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ എൻ്റെ കുടുംബത്തിൽ വന്ന ഒരു പെൺകുട്ടിക്ക് വേദന ഉണ്ടാകുമ്പോൾ ആ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി ചോദിച്ചു മനസ്സിലാക്കാൻ പോലും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ കുടുംബത്തിലും അല്ലെങ്കിൽ കുടുംബം ഒന്നടങ്കം ഇത്തരത്തിൽ ക്രിമിനൽ ആക്ടിവിറ്റീസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നടപടി ഉണ്ടാകുന്നത് എന്താണ്? അതെ, അതെ, അതെ. ഞാൻ അതിലേക്ക് വരായിരുന്നു. ഞാൻ ഈ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് അടുത്തൊരു പോയിന്റ് ആയിട്ട് അതിലേക്ക് വരായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മള് ഈ ഈ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നിയമമുണ്ട്. പക്ഷെ ആ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിലുള്ള വീഴ്ച അത് നിയമം ഇല്ലാത്തൊരവസ്ഥ തന്നെയാണ്. അപ്പൊ അതില് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സർക്കാരുകൾ ഈ സർക്കാരും തന്നെയല്ല മുൻപത്തെ സർക്കാരും അതിനു മുൻപത്തെ സർക്കാരുകളും ഒന്നും തന്നെ ഈ മേഖലകളിൽ ഒന്നും തന്നെ ഒരു റിസർച്ചോ പഠനമോ നടത്തിയിട്ടില്ല. ഇനി രണ്ടാമത്തെ കാര്യം ഇത്തരത്തിലുള്ള കുടുംബ പശ്ചാത്തലം. ഇത്തരത്തിലുള്ള കുടുംബ പശ്ചാത്തലങ്ങൾ ഇപ്പോൾ ധാരാളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതെന്താണ് ഉണ്ടായിക്കൊണ്ടിരിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികളൊക്കെ പഠിച്ചു വളർന്നു വരുന്ന ആ സമയത്ത് നമ്മളൊരു മോറൽ എഡ്യൂക്കേഷൻ പഠിപ്പിക്കുന്ന ആ സിലബസിന്റെ കൂടെ ഒരു 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 സോഷ്യൽ വെർച്യു എന്നുള്ള നിലയിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു ആദ്യകാലങ്ങളിൽ. അതിനെക്കുറിച്ചുള്ള പഠനം നടത്തേണ്ടതുണ്ട്. ക്രിമിനോളജിയിലും മറ്റും ഒരു ഒരു പ്രോ സോഷ്യൽ ഡെവലപ്മെന്റ് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു 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 പഠനമോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും നടപ്പിലാക്കാനോ ഒന്നും തന്നെ നമ്മളുടെ ഈ കേരളത്തില് സാധിച്ചിട്ടില്ല. ഈവൻ ഒരു ക്രിമിനോളജിസ്റ്റ് പോലും കേരളത്തില് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഔദ്യോഗികമായ ഒരു ക്രിമിനോളജിസ്റ്റ് ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് അന്വേഷിച്ച് നോക്കിയോളൂ. കേരള പോലീസിലില്ല ഇപ്പൊ നിലവില്.
എന്നാണ് എൻ്റെ അറിവ്. അപ്പോ ഇതിനപ്പുറത്ത് എന്ത് സംഭവിച്ചാലും പതിവ് പോലെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. നാളെയും ഇതുപോലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതൊക്കെ അതെ. ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ബൃഹത്തായ ഒരു പഠനം നടത്തി. ഒരു പഠനമല്ല, ഒരുപാട് പഠനങ്ങൾ നടത്തി. അതിലൊരു മാറ്റം കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പൊ ഈ ഇത്തരത്തിലുള്ള കുടുംബ പശ്ചാത്തലങ്ങളില് അടിയന്തിരമായിട്ട് സർക്കാർ ഇപ്പൊ ഇടപെടേണ്ടത് രീതി, ഇപ്പൊ ഈ തെറ്റ് ചെയ്ത ഇത് രക്ഷപ്പെടാൻ സഹായിച്ച വ്യക്തികളെ ഉടനടി അല്ലെങ്കിൽ സഹായിക്കല്ല, അവരുടെ കൃത്യവിലോപം കൊണ്ട് സംഭവിച്ചതാണെങ്കിൽ അതിനുള്ള തക്കതായ ശിക്ഷ കൊടുക്കുക. പരമാവധി ശിക്ഷ അവർക്ക് വലിയതൊന്നും കിട്ടില്ല എന്നുണ്ടെങ്കിലും അതിലൊക്കെ ഒരു മാറ്റം വരുത്തിയിട്ട് പുതിയ ഒരു ആക്ട് ഒക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പഠനങ്ങൾ നടത്തുക. അതുപോലെ തന്നെ ഇപ്പോ ഈ ലഹരിയുടെ ഇൻഫ്ലുവൻസ് ആ ഭാഗത്ത് യുവാക്കളിൽ എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കേസ് സ്റ്റഡീസ് നടത്തുക. ഈ വ്യക്തി മുൻപ് എന്തൊക്കെ കേസസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്ര സമാനമായിട്ടുള്ള രീതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള പഠനം നടത്തുക. ശരി. കൂടാതെ ഇപ്പൊ ഇവരുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ഒരു സൈക്കോളജിക്കൽ ഒട്ടോപ്സി എന്ന് പറയുന്ന ഒരു രീതിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഒരു അന്വേഷണം നടത്തുക. എന്നിരുന്നാൽ മാത്രമാണ് ഇതിന്റെ കാര്യങ്ങളിലേക്ക്, കോസസിലേക്ക് വരാൻ പറ്റുള്ളൂ. ശരി. കോസസിലേക്ക് വന്നാൽ മനസ്സിലായി. അങ്ങ് മാത്രമാണ് പറഞ്ഞത് നമുക്ക് മനസ്സിലായി. സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. വളരെ നന്ദി. അങ്ങ് പറഞ്ഞ നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾ പരിഗണിക്കും. അത് ഈ പറയുന്നത് പോലെ ഏതൊക്കെ കാര്യങ്ങളിൽ നമുക്ക് അന്വേഷണം നടത്താമോ, ആ കാര്യങ്ങളിലൊക്കെ നമ്മളും അന്വേഷണം നടത്തും. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ പി എൻ സന്ദീപ്.